കുട്ടികളെ ഉഷാറായി. ഇപ്പൊ ശരിക്കും ഉഷാറായി. അപ്പൊ എല്ലാരും ഉഷാറായില്ല. എന്നാ നമുക്ക് ഒരു പാട്ടോട് കൂടി തന്നെ അങ്ങ് തുടങ്ങാം അല്ലേ? ഒന്നെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, അങ്ങനെ ചൊല്ലിയാ പോരാ. ഒന്നെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, ഒന്നാണ് സൃഷ്ടിച്ച നാഥനെന്ന്. ഒന്നെന്ന് ചൊല്ലുമ്പോ ഓർമ്മ എന്താ വേണ്ടത്? ഒന്നാണോ സൃഷ്ടിച്ച നാഥൻ? ആരാണ്? അള്ളാഹു ആണല്ലോ. കുൽ അള്ളാഹു ഒരുവനാണ് അല്ലെ? അപ്പൊ എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഖുർആനൊക്കെ ഓതല്ലേ അല്ലെ? ഖുർആനൊക്കെ ഓതല്ലേ? ഖുർആൻ ഓതുമ്പോ വളരെയധികം ശ്രദ്ധിക്കണം. യാസീൻ കാണാതെ അറിയണവരൊന്ന് കയ്യൊന്തിച്ചാട്ടെ. യാസീൻ കാണാതെ അറിയണവരൊന്ന് കയ്യൊന്തിച്ചാട്ടെ. എത്ര ആളുണ്ട്? രണ്ടു മൂന്ന്. സാരില്ലേ, പോട്ടെ. യാസീനൊക്കെ ഓതുമ്പോ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്താ വെച്ചാല് ഞങ്ങളെ നാട്ടിലൊരു കുട്ടി യാസീൻ ഓതി വാങ്ങിയോ. ഞങ്ങളെ നാട്ടിലൊരു കുട്ടി മോനോട് ചോദിച്ച്, പിന്നെ മോനെ അനക്ക് നമ്മളെ നബിമാരെ പേരൊക്കെ അറിയും? അപ്പൊ ഓനിങ്ങനെ പറഞ്ഞേ, എനിക്കറിയാലോ. എന്നാ ഒന്ന് പറഞ്ഞു കേട്ടിക്ക. ആദൻ നബി, നൂഹ് നബി, പിന്നെ 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 നമ്മളാ തീയിലൊക്കെ ചാടി നബി ഉണ്ടേനല്ലോ, എന്തേനി അത്? പിന്നെ പിന്നെ പറഞ്ഞാടെ നിർത്തി. അപ്പൊ പിന്നെ ചോദ്യം ഒന്ന് മാറ്റി, മോനെ അനക്ക് ക്രിക്കറ്റ് കളിക്കാരെ പേരൊക്കെ അറിയാം? അപ്പൊ ഉടനെ പറഞ്ഞു, എന്താണ്? സച്ചിൻ തെണ്ടുൽക്കർ, ഇൻസ മാമുല്ലക്ക്, അങ്ങനെ 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 കുറെ പറയാൻ തുടങ്ങി. അപ്പൊ ഇവനോട് തന്നെ ചോദിച്ചു, എന്നാ പോട്ടാടാ, എടാ ഇങ്ങനെ ആയാ ശരിയാവോ? നബിമാരെ പേരൊക്കെ പഠിക്കണ്ടേ? അനക്ക് യാസീൻ അറിയോ ചോദിച്ചു. എന്താ വാപ്പ നിങ്ങൾ എങ്ങനെ കളിയാക്കണ്? യാസീനൊക്കെ എനിക്ക് കാണാതെ അറിയാം. അപ്പൊ പാപ്പ എന്ത് പറഞ്ഞു? എന്നാ യാസീൻ ഒന്ന് ഓതിക്കാം. ഓതാൻ തുടങ്ങി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാസീൻ വൽ ഖുർആനിൽ ഹകീം, ഇന്നക ലമിനൽ മുർസലീൻ. എന്താ? അലാ സിറാത്തിൻ മുസ്തഖീം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. യാസീൻ ഓതി കഴിഞ്ഞു. അപ്പൊ എങ്ങനെയാ കാണാതെ പഠിച്ചവരൊക്കെ ഓതുക? അല്ല. അപ്പോ ഖുർആനൊക്കെ ഓതുമ്പോ നമ്മള് വളരെയധികം ശ്രദ്ധിക്കണം. ഇങ്ങനെ പഠിക്കുക എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇങ്ങനെ കാണാതെ പഠിക്കുന്നോണ്ടാ ഈ പ്രശ്നം വരുന്നത്. ഖുർആൻ എങ്ങനെ പഠിക്കണം? എങ്ങനെ അർത്ഥം മനസ്സിലാക്കി പഠിക്കണം അല്ലേ? അങ്ങനെ ഖുർആൻ ഓതുമ്പോഴേ ഖുർആന്റെ നമുക്ക് അതിന്റെ ഭയഭക്തിയൊക്കെ നമുക്ക് കിട്ടുള്ളൂ അല്ലേ? അല്ലെങ്കിൽ യാസീനുൽ ഖുർആനിലൊക്കെ ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചില സ്ഥലത്തൊക്കെ ഉണ്ട്, എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ യാസീൻ ഓതുക. എങ്ങനെയാന്ന് വെച്ചാൽ യാസീനുൽ ഖുർആനിലൊക്കെ അലമയിലേക്ക് അവനെയാതല്ലാതെ ഇങ്ങനെ പോകും. അപ്പൊ എന്തുണ്ടാവൂല? മനസ്സിലാവില്ല എന്ന് മാത്രല്ല, യാസീൻ ഓതിയ ഫലം കിട്ടൂല, അതിന്റെ ഇരട്ടി ശിക്ഷയും കിട്ടും. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഈ ഖുർആൻ ഓതുമ്പോ അതിന്റെ അർത്ഥം മനസ്സിലാക്കി ഓതണം. ഖുൽ ഹുവല്ലാഹു, അത് അള്ളാഹു ഒരുവനാണ് അല്ലെ? അള്ളാഹു ഒരുവനാണ്. അപ്പോ അള്ളാഹു ഒരുവനാണ് എന്ന് പറയുമ്പോ ചില ആൾക്കാരൊക്കെ നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് പടച്ചവനുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഉണ്ട് എന്ന് പറയും അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പടച്ചവനൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കും. എന്താ കാട്ടുക? എന്ത് പറയും? കാണാൻ പറ്റൂലെന്നോ? അപ്പൊ അവര് പറയും, ഞങ്ങളെ പടച്ചവൻ അടുത്ത ആഴ്ച മഞ്ചേരി വരും. ഞങ്ങളെ പടച്ചവനെ വേണമെങ്കിൽ കാണിച്ചു തരാം, അടുത്ത ആഴ്ച മഞ്ചേരി പോയാൽ മതി, അല്ലെങ്കിൽ കുറച്ചിന്റെ കോട്ടക്കൽ പോയാൽ മതി, അല്ലെങ്കിൽ പിന്നെ അവിടെ പോയാൽ മതി, ഇവിടെ പോയാൽ മതി, അവിടെയൊക്കെ ഞങ്ങളെ ദൈവം വരും. നിങ്ങളെ പടച്ചവനെ എവിടെ ഒന്ന് കാണിച്ചു തരുമോ? എന്ത് ചെയ്യും?
നമ്മളെ പടച്ചവൻ എവിടെയുണ്ടെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ബാധ്യത ആർക്കുണ്ട്? നമുക്കില്ലേ? കാണിച്ചു കൊടുക്കണ്ടേ? എങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റും? എങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റും? കാണാൻ പറ്റൂലേ? അള്ളാഹുവിനെ കാണാൻ പറ്റുമോ? പരലോകത്തുനിന്ന് കാണാം. അതിനിപ്പോ ആൾക്കാരെ നമുക്ക് കൊല്ലാൻ പറ്റുമോ? ഇവിടെ നിന്നുകൊണ്ട് തന്നെ പടച്ചോൻ നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ? കാണിച്ചു കൊടുക്കണം. അതിനെന്താ ഒരു വഴി? ഖുർആനിലൂടെ കാണിച്ചു കൊടുക്കുക. ചില യുക്തി ഇല്ലാത്ത യുക്തി കൊണ്ട് യുക്തിത്വം കാണിക്കുന്ന ചില യുക്തിവാദിക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെ നാട്ടിൽ. യുക്തിത്വം കാണിക്കുന്ന ചില യുക്തിവാദിക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെ നാട്ടിൽ. അപ്പൊ അവർക്കൊക്കെ പടച്ചവനുണ്ട് എന്ന് യുക്തി കൊണ്ട് തന്നെ നമ്മൾ കാണിച്ചു കൊടുക്കണം. അല്ലേ? കാണിച്ചു കൊടുക്കണ്ടേ? കാണിച്ചു കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ്? അപ്പൊ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരിയായിട്ടുള്ള, നമുക്ക് എത്ര കണ്ണുണ്ട്? അവിടെയാ കുഴപ്പം. 2 കണ്ണേ ഉള്ളൂ. എത്ര കണ്ണുണ്ട്? 4 ഉണ്ടോ? ഇനി 5 6 ഉണ്ടാവും. എത്ര കണ്ണുണ്ട് നമുക്ക്? 3 കണ്ണുണ്ട് മനുഷ്യൻ. 3 കണ്ണുണ്ട്. എത്ര എണ്ണുണ്ട്? 2 ഉള്ളൂ. 3 ഉണ്ട്. ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? ആരെങ്കിലും അഭിപ്രായമുള്ളവരൊന്ന് കൈവക്കുക. 3 കണ്ണുണ്ട് എന്ന് അഭിപ്രായമുള്ളവർ ആരെങ്കിലും ഒന്ന് കൈവക്കുക. ആരെങ്കിലും ഒരാള് ഒന്ന് അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറയാം ഏത് കണ്ണാണ്? 3ാമത്തെ കണ്ണ്. 2 കണ്ണ് നമുക്കറിയാലോ. മൂന്നാമത് കൈ താഴ്ത്തുക. 3ാമത് നമ്മുടെ മനസ്സിലൊരു കണ്ണുണ്ട്. ആ കണ്ണിന് ഒരു പേരുണ്ട്. എന്താണ്? അതിന്റെ പേരാണ് ഉൾക്കണ്ണ് അല്ലെങ്കിൽ അകക്കണ്ണ്. അല്ലെ? നമ്മൾ ഈ പുറത്തെ കണ്ണുകൊണ്ട് നോക്കിയാൽ ആരെ കാണൂല? അള്ളാഹുവിനെ കാണൂല. അള്ളാഹുവിനെ കാണണമെങ്കിൽ ഏത് കണ്ണുകൊണ്ട് നോക്കണം? അകക്കണ്ണ് കൊണ്ട് നോക്കണം. അകക്കണ്ണ് തുറക്കണമെങ്കിൽ അതൊരു താക്കോലുണ്ട്. അതാണ് വിശ്വാസം എന്ന താക്കോല്. ആ താക്കോലിന്റെ പേരെന്താ? ഗോദറേജിന്റെ താക്കോലിട്ടാലൊന്നും അത് തുറക്കൂല. ഈ ഒരൊറ്റ താക്കോലിട്ടാലേ വിശ്വാസം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ താക്കോലിട്ടാലേ എന്ത് തുറക്കുള്ളൂ? അകക്കണ്ണ് തുറക്കുള്ളൂ. അപ്പൊ ഈ അകക്കണ്ണ് തുറപ്പിക്കണം ആദ്യം നമ്മള്, അല്ലേ? അപ്പൊ അകക്കണ്ണ് തുറപ്പിക്കണം. അപ്പൊ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചതാരാണ്? അപ്പൊ ഇവര് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനെ പടച്ചതാരാണ് എന്ന് ചോദിക്കും, അല്ലേ? അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് മറുപടി ഉണ്ട്. എന്താണ്? സൂര്യനും ചന്ദ്രനും മുമ്പേ, പഠിക്കോളൂ. സൂര്യനും ചന്ദ്രനും മുമ്പേ ഉണ്ട് അല്ലാഹുവിന്റെ പ്രകാശം. ബാക്കിലൊന്നും ആരും പാടില്ല. എല്ലാം പിരിഞ്ഞു പോയാലും നെഞ്ചിലണയാത്തതൊന്ന് വിശ്വാസം. അല്ലാഹു നൽകാത്തതെല്ലാം വെറും മാഞ്ഞു പോകുന്ന വെളിച്ചം. അവനെ അറിയാത്തവന് കെട്ടുപോകുന്നു ജീവിതം തുച്ഛം. അല്ലെ? അള്ളാഹുവിനെ അറിയാത്തവന് ജീവിതം ഉണ്ടാവും. ഇനി ശ്രദ്ധിക്കൂ. നമ്മൾ കൊളുത്തും വെളിച്ചം ചെറുകാറ്റാലിരുട്ടിൽ മരിക്കും. അല്ലെ? നമ്മള് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ നമുക്ക് കൊളുത്താൻ പറ്റുന്ന വെളിച്ചം അതല്ലേ? നമ്മളൊരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ ഒരു കാറ്റും കിടന്ന ഡിഷ്ക്കും എന്തായി പോയി? കെട്ടുപോയി. പിന്നെ നമ്മള് വലിയ കറണ്ട് നമ്മളതാണെന്നൊക്കെ പറയും. പക്ഷെ കുറച്ച് വലിയൊരു കാറ്റടിച്ചാൽ കറണ്ടും ആ ഡിഷ്ക്കും പോയി, അല്ലേ?
അപ്പൊ നമ്മൾ കൊളുത്തുന്ന ഏത് വെട്ടായാലും പെട്ടെന്ന് ഒരു ചെറു കാറ്റിൽ വന്നിട്ട് എന്ത് ചെയ്യും? അത് അണഞ്ഞു പോകും, അവിടെ ഇരുട്ടായി പോകും അല്ലേ? ഒന്നുകൂടെ, നമ്മൾ കൊളുത്തും വെളിച്ചം ചെറുകാറ്റാലിരുട്ടിൽ മരിക്കും, കൂരിരുട്ടിൽ കൈപിടിക്കാൻ നിന്റെ കൂട്ടിനായി അല്ലാഹു എത്തും. അല്ലാഹുവിന്റെ വെളിച്ചം ചിലർ ഊതിക്കെടുത്തുവാൻ നോക്കും, അല്ലാഹു തന്നത് കാക്കും. ആരെതിർക്കിലും കത്തി ജ്വലിക്കും. അപ്പോ അള്ളാഹു ഉണ്ട് എന്ന് യുക്തി സഹിതം തെളിയിച്ചു കൊടുക്കേണ്ട ബാധ്യത ആർക്കുണ്ട്? നമുക്കുണ്ട് അല്ലെ? അപ്പൊ നമ്മള് അതിനു വേണ്ടിയിട്ട് ആദ്യം എന്ത് വേണമെന്ന് പറഞ്ഞു? വിശ്വാസം വേണം. വിശ്വാസമാകുന്ന താക്കോല് കൊണ്ട് നമ്മുടെ ഉൾക്കണ്ണ് തുറക്കണം. എല്ലാവരുടെയും ഉൾക്കണ്ണ് തുറന്നോ? എന്നിട്ട് ഇനി നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് ചിന്തിക്കണം. നമുക്ക് നമ്മുടെ ഇങ്ങോട്ട് നിങ്ങൾ വന്നത് എങ്ങനെയാണ്? ജീപ്പിലാണ് അല്ലെ? ജീപ്പ്, ബസ്, നടന്ന് ഒക്കെ വന്നവരുണ്ട്. അപ്പൊ ഈ വാഹനങ്ങൾ ഓടുന്നത് എന്തിലൂടെയാണ്? റോഡിലൂടെയാണ് അല്ലെ? അപ്പോ ഈ റോഡിലൂടെ നിങ്ങൾ ഇങ്ങനെ വരുമ്പോ ഒരുപാട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചീറിപ്പായുണ്ട് അല്ലെ? കണ്ടില്ലേ? ശ്രദ്ധിച്ചില്ലേ? ദിവസവും കാണുന്നതാണ്. അപ്പോ അതോടൊപ്പം ഈ വാഹനങ്ങളും റോഡും ഉള്ളിടത്തോളം കാലം നമ്മുടെ പത്രക്കാർക്ക് വാർത്തകൾക്ക് യാതൊരു പഞ്ഞവുമില്ല. എന്ത് വാർത്ത ഉണ്ടാകുക? അപകട വാർത്തകൾ അല്ലെ? എന്താണ്? അപകട വാർത്തകൾ റോഡില് നമ്മുടെ പത്രങ്ങളിൽ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. നിങ്ങളിൽ പലരും അത് വെട്ടിയിട്ട് നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഒട്ടിക്കുന്നവരാണ്. അപ്പോ ഈ അപകട വാർത്തകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. റോഡില് വാഹനം ഓടിക്കുന്നത് ആരാണ്? ഡ്രൈവർ. പിന്നെ നമ്മൾ കാൽനട യാത്രക്കാരായിട്ടുള്ള ആളുകളുണ്ട് അല്ലെ? അപ്പൊ റോഡ് നിയന്ത്രിക്കുന്നത് നമ്മളാണ്. ഈ 10 വാര വീതിയുള്ള റോഡ് നിയന്ത്രിക്കാൻ പറ്റാത്ത മനുഷ്യന്മാരാണ് പറയണത് എന്ത്? അള്ളാഹു ഇല്ല എന്ന് പറയുന്നത്. ഒരു 10 വാര വീതിയുള്ള ചെറിയ റോഡ് നിയന്ത്രിക്കാൻ പറ്റാത്ത മനുഷ്യന്മാരാണ് പറയണത് എന്ത്? അള്ളാഹു ഇല്ലാന്ന്. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിലോ, ആകാശത്തേക്ക് നോക്കുക അല്ലെ? ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാണാം? നക്ഷത്രങ്ങളുണ്ട്, നിരവധി ഗ്രഹങ്ങളുണ്ട്, അതുപോലെ ഒരുപാട് കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്, കോടാനുകോടി ഗോളങ്ങളുണ്ട്. ഇവ ഏതെങ്കിലും തമ്മിൽ കൂട്ടിയടിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നും സൂര്യൻ ഉദിക്കുന്നില്ലേ? എവിടെയാ ഉദിക്കുന്നത്? കിഴക്ക് ഉദിക്കും അല്ലെ? പടിഞ്ഞാറാ സൂര്യൻ ഉദിക്കുക? കിഴക്ക് ഉദിക്കും അല്ലെ? എപ്പോഴെങ്കിലും അത് പടിഞ്ഞാറായിട്ടുണ്ടോ? ഇന്ന് വരെ അത് പടിഞ്ഞാറായിട്ടുണ്ടോ? സൂര്യൻ എവിടെ അസ്തമിക്കുക? പടിഞ്ഞാറ്. അത് ഇന്ന് വരെ കിഴക്കായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? അപ്പോ നമ്മളോട് പറയുന്ന ആളോട് ചോദിക്കണം, എന്റെ മോനെ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. എന്നിട്ട് ഒരു 10 വാര വീതിയുള്ള റോഡ് നിയന്ത്രിക്കാൻ കഴിയാത്ത ഇയാണ് ഈ പറയണത് എന്ത്? അള്ളാഹു ഇല്ല. നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ അപാരമായ സിദ്ധികളെ കുറിച്ച് നമ്മൾ പഠിക്കണം, ചിന്തിക്കണം. വേണ്ടേ? ശരി. അപ്പൊ അങ്ങനെയാണ്. രണ്ടെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, രണ്ടുണ്ട് നമ്മൾക്ക് ജന്മമെന്ന്. എത്ര ജന്മമുണ്ട്? 2 ജന്മമുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് ഇഹലോകവും. ഇഹലോകത്തിൽ നന്നായി അടിച്ച് പൊളിച്ച് ജീവിച്ചാൽ, മൈക്ക് ഇങ്ങനെ പറഞ്ഞു, ചാൽ 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 ചാൽ. ഇഹലോകത്തിൽ നന്നായിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ
എന്താ ഉണ്ടാവുക? പരലോകത്തിൽ നമുക്ക് സ്വർഗം കിട്ടും അല്ലേ? ഇല്ലേ? ആ പരലോകത്തിൽ നമുക്ക് നരകം കിട്ടും. ഇഹലോകത്ത് ഇഹലോകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ലോകത്ത് നമ്മൾ എങ്ങനെ ജീവിക്കണം? ഖുർആൻ അനുസരിച്ച് ജീവിക്കണം. ഖുർആൻ അനുസരിച്ച് ജീവിക്കണം. എങ്ങനെ ജീവിക്കണം? ശരി. മൂന്നെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, മൂന്നാള് യാത്രക്ക് നല്ലതെന്ന്, നാലെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, നാവിനെ സൂക്ഷിച്ചാൽ നല്ലതെന്ന്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഈ നാവ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നാവ് എന്ന് പറഞ്ഞാൽ എല്ലില്ലാത്തൊരു സാധനമാണ്. എവിടേക്ക് വേണമെങ്കിലും വളയ്ക്കാൻ പറ്റുന്ന സാധനമാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ പറയും? ഒരുപാട് കാര്യങ്ങൾ പറയും. നമുക്കൊക്കെ മറ്റുള്ളവരെ പറ്റിയിട്ട് എന്താ പറയാന്ന് വെച്ചാല് ഓനുണ്ടല്ലോ, ഓനേതാ സാധനം എന്നറിയാം എനിക്ക്, ഓനാള് മഹാതരികിട, ഞാനിത് പറഞ്ഞു നീക്ക് വേറെ ആരോടും പോയി പറയരുതേ എന്നും പറഞ്ഞു. എന്നിട്ടോ ഈ പറഞ്ഞ ആള് വേറൊരാളോട് പോയിട്ട് ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ട് പറയും, ഞാനിത് പറഞ്ഞു നീക്ക് വേറെ ആരോടും പോയി പറയരുതേ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ ചില മനുഷ്യന്മാരുണ്ട്, ആ മനുഷ്യന്മാരുടെ മെസ്സേജുകൾക്ക് ഇന്റർനെറ്റിനെക്കാളും ഇമെയിലിനെക്കാളും ശക്തിയാണ്, പെട്ടെന്ന് പരക്കും. നമ്മളൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാകണോ? അല്ല. നിങ്ങളൊന്നും അങ്ങനെയുള്ള ആൾക്കാരല്ലല്ലോ? അല്ല. പക്ഷേ നമ്മുടെ നാവ് പടച്ചോൻ നമുക്ക് തന്നിരിക്കുന്ന എന്തിനാ? നല്ല കാര്യങ്ങൾ പറയാനാണ് അല്ലേ? എന്നാ ഈ നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ, നബിന്റെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ, നബിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ, ഈ കാര്യത്തിലൊക്കെ നമ്മൾ ലേശം ബേക്കില. അങ്ങനെ പറ്റുമോ? പറ്റൂല. അപ്പൊ നമ്മള് നല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കണം. ശരി. അഞ്ചെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, അഞ്ചു നമസ്കാരം വാജിബെന്ന്. എത്ര നമസ്കാരം ഉണ്ട്? 5 നമസ്കാരം. ഏതൊക്കെയാണ്? അപ്പൊ എല്ലാരും കൂടി പറഞ്ഞാൽ നമ്മൾ ഒരു 10-12 ആയോ? സാരില്ല. അപ്പൊ 5 നമസ്കാരങ്ങള് നിങ്ങൾ കൃത്യമായിട്ട് നമസ്കരിക്കാറുണ്ടോ? ഉണ്ട്. അതിരാവിലെ 9 മണിക്ക് എണീറ്റ് സുബഹി നിസ്കരിക്കുന്നവരൊന്ന് കയ്യൊക്കി കാട്ടെ. അതിരാവിലെ 9 മണിക്ക്. ശരി. എത്ര മണിക്കാ നിങ്ങൾ സുബഹി നിസ്കരിക്കുക? 5 മണിന്റെ 6 മണിന്റെ ഇടയ്ക്ക് എണീക്കലുണ്ടോ? എനിക്ക് സുബഹി നിസ്കരിക്കലുണ്ടോ? പടച്ചോൻക്കറിയാം. ഇന്നാളെ ഒരു കുട്ടി എന്നോട് പറഞ്ഞ, മാഷേ ഞാനേ 4 മണിക്ക് നീക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അൽഹംദുലില്ലാ നല്ല കുട്ടിയാണുള്ളത്. എന്നിട്ട് പറഞ്ഞറിയാം, എന്നിട്ടുണ്ടല്ലോ മൂത്രം ഒഴിച്ചാണ്ട് പിന്നെയും പോയി കിടന്നുറങ്ങും. അപ്പൊ അങ്ങനെയൊന്നും അല്ലല്ലോ നിങ്ങള്. അല്ല, കൃത്യമായിട്ട് സുബഹിയൊക്കെ നമസ്കരിക്കും അല്ലേ? പിന്നെ ളുഹർ നമസ്കരിക്കും. അസർ പിന്നെ സ്കൂളൊക്കെ വിട്ട് അന്ന് ലേശം കളിച്ചൊക്കെ ആകുമ്പോത്തിന് അങ്ങനെ പോയി പോവും അല്ലേ? അസർ നമസ്കരിക്കല്ലേ? കൃത്യസമയം സ്കൂൾ വിട്ട് വന്ന ആദ്യം ചെയ്യൽ എന്താണ്? അസർ നമസ്കരിക്കും. പിന്നെ മഗ്‌രിബ് ഉമ്മ വടിയെടുത്താണ്ട് മഗ്‌രിബ് വേഗം നമസ്കരിക്കും. പിന്നെ അങ്ങനെ വായിച്ച് കണ്ണിൽ ഉറക്കം വന്ന് അപ്പൊ ഞാൻ ഉറക്ക് പോയിപ്പോണ്ടാന്ന് വിചാരിച്ചാണ്ട് ചോറ് വെച്ചാണ്ട് ഒറ്റ കിടത്താം. അപ്പൊ എന്താ അങ്ങോട്ട് പോയി കിട്ടും? ഇഷ അങ്ങോട്ട് പോയി കിട്ടും. അങ്ങനെ പോകാനുണ്ടോ? ഇല്ല അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ നിസ്കരിക്കുമ്പോ നമസ്കാരം കൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. എന്തൊക്കെയാ പ്രയോജനം?
എന്തൊക്കെയാ നിസ്കാരം കൊണ്ട്? പടച്ചവന്റെ അടുത്ത് കൂലി കിട്ടും. പിന്നെ വെരി ഗുഡ്, കൃത്യനിഷ്ഠ ഉണ്ടാവും. നമ്മളെ ജീവിതത്തില് എന്തുണ്ടാവും? കൃത്യനിഷ്ഠ ഉണ്ടാവും, മനക്കരുത്തുണ്ടാവും. ഈ മനക്കരുത്തൊക്കെ പുസ്തകത്തിലുള്ളതാ. പിന്നെ അപ്പൊ കൃത്യനിഷ്ഠ ഉണ്ടാവും, മനക്കരുത്തുണ്ടാവും, ക്ഷമയുണ്ടാവും, സഹനശക്തി ഉണ്ടാവും. അങ്ങനെ ഈ ലോകത്ത് നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ നമുക്ക് ഈ 5 വക്ത് നമസ്കാരത്തിൽ നിന്ന് കിട്ടും. ഈ ലോകത്തും പരലോകത്തും നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ നമുക്ക് എവിടുന്ന് കിട്ടും? 5 നേരത്തെ നമസ്കാരത്തിന് കിട്ടും. അതുകൊണ്ട് 5 നേരത്തെ നമസ്കാരം ഇനി ഒഴിവാക്കുന്ന പ്രശ്നം ഉണ്ടാ ഇല്ല. 6 ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, 6 വിശ്വാസ കാര്യമെന്ന്. അപ്പോ വിശ്വാസ കാര്യങ്ങൾ എത്രയുണ്ട്? 6 അല്ലേ? ഏതൊക്കെയാ? ഇവിടെ മുന്നിലൊന്നും ഇല്ലേ? അതൊക്കെയാ? ഒന്നും കൂടി പറഞ്ഞാണ്. ഈ കൂട്ടത്തിലാവുമ്പോ എല്ലാവർക്കും പറയാൻ സുഖ അല്ലെ? ശരി. അപ്പൊ വിശ്വാസ കാര്യങ്ങൾ 6 ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ കർമ്മപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് എത്ര ഉണ്ട്? 5. ഏതൊക്കെയാന്ന് നിക്കട്ടെ. അപ്പൊ നമ്മള് കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ എത്ര ഉണ്ട്? 5. ഏതൊക്കെയാണ്? ഒന്ന് ഷഹാദത്ത് കലിമ, രണ്ടാമത്തത് നമസ്കാരം, മൂന്നാമത്തത് സക്കാത്ത്, നാലാമത്തത്, അഞ്ചാമത്തത്. രണ്ടാമത്തെ കാര്യം നമസ്കാരാണല്ലോ. നമ്മൾ പറഞ്ഞു കൃത്യമായിട്ട് നമസ്കരിക്കാറുണ്ട് ഉണ്ടല്ലോ. മൂന്നാമത്തത് സക്കാത്താണ്. സക്കാത്ത് നമ്മൾ കഴിവുള്ളവരൊക്കെ കൊടുക്കണം ഇല്ലേ? ദാനധർമ്മം, ദാനം, എന്തും ദാനം ചെയ്യാം അല്ലേ? എന്തും ദാനം ചെയ്യാം. നിങ്ങൾ കുട്ടികൾക്കൊക്കെ എന്തൊക്കെ ദാനം ചെയ്യാൻ പറ്റിയ? കുട്ടികൾക്ക് മാഷ നിങ്ങളെന്തായി പറഞ്ഞ? കുട്ടികൾക്ക് ദാനം ചെയ്യാൻ പറ്റില്ലേ? കുട്ടികൾക്ക് ദാനം ചെയ്യാം. പെൻസിൽ ഇല്ലാത്തവന് പെൻസിൽ കൊടുക്കാം, പെന്നില്ലാത്തവന് പെന്ന് കൊടുക്കാം. അതൊക്കെ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രതിഫലം കിട്ടും. ശരി. നാലാമത്തത് എന്താണ്? നോമ്പ് നിൽക്കാറുണ്ടോ? ശരി ശരി. അഞ്ചാമത്തത് എന്താണ്? അതാർക്ക് മതി? അതിന് കഴിവുള്ളവർക്ക്. നമുക്ക് എല്ലാവർക്കും ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹു കഴിവും തൗഫീക്കും നൽകട്ടെ. ശരി. അപ്പോ ഒന്നാമത്തെ കാര്യം എന്താ? ഷഹാദത്ത്. ഷഹാദത്ത് കലിമയുടെ അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിക്കുക എന്നുള്ളത് അല്ലേ? ഒന്നാമത്തെ കാര്യം ചെയ്യാതെ ബാക്കി 4 ചെയ്തതുകൊണ്ട് കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം എങ്ങനെ ചെയ്യാം? രണ്ടാമത്തതൊക്കെ ചെയ്യാം. നിസ്കാരം നമ്മൾ ചെയ്യുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, കഴിവുള്ളവര് ഹജ്ജ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എങ്ങനെ ചെയ്യാം? അതെങ്ങനെയാ മനസ്സിലാണ്ട് ഉറപ്പിക്കുക? എന്നാ മനസ്സെ പിടിച്ചോ, ഉറപ്പിച്ചോ. എന്താ അങ്ങനെ ഉറപ്പിച്ചാ മതിയോ? എങ്ങനെയാ അത്? പിന്നെ നാളെ ഒരു കുട്ടി പറഞ്ഞത് ഇങ്ങനെ പറയാം, അങ്ങനെ പറഞ്ഞാൽ മതിയോ? പിന്നെ എങ്ങനെയാ അത്? അതിന്റെ അർത്ഥം മനസ്സിലാക്കി. എന്താണ് അർത്ഥം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് അർത്ഥം? അല്ലാഹു അല്ലാതെ ആരാധനക്ക് മറ്റൊരർഹനില്ല, ആൾ ദൈവങ്ങളില്ല. എന്റെ പടച്ചോൻ മഞ്ചേരിയിലും കോട്ടക്കലൊന്നും വരൂല. അതന്നെയാ അതിന്റെ അർത്ഥം. അതായത് വേറെ ഒരാള് പോലും നമുക്ക് എന്തല്ല, ആരാധനക്ക് അർഹനല്ല. നമുക്ക് ആരാധനക്കുള്ള അർഹൻ ആരേ ഉള്ളൂ? അല്ലാഹു. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഈ സാധനം, ഈ 2 കാര്യങ്ങൾ മനസ്സിലങ്ങോട്ട് ഉറപ്പിക്കണം. ഉറപ്പിക്കാന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ജീവിക്കാം. ഉറപ്പിക്കാന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ഒന്നാമത്തെ കാര്യം റെഡി ആയാൽ മാത്രമേ ബാക്കി 4 കാര്യവും റെഡി ആവുള്ളൂ. ശരി. അപ്പൊ റെഡി ആയോ?
5 കാര്യങ്ങൾ റെഡിയായോ? ശരി. അപ്പോ ഏഴെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, തണലേഴു പേർക്കായി നൽകുമെന്ന്. എട്ടെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, പെട്ടെന്ന് മരണം വന്നേക്കുമെന്ന്. എന്താ ഓർമ്മ വരേണ്ടത്? പെട്ടെന്ന് മരണം വരും. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോ പെട്ടെന്ന് അങ്ങനെ ക്ലീൻ ബോൾഡായി പോകും. ക്ലീൻ ബോൾഡായി പോകും അല്ലേ? പെട്ടെന്ന് നടന്നു പോകുന്ന വഴിക്ക് കുഴഞ്ഞു വീണ് മരിക്കുക. അപ്പൊ നമ്മൾ ഏത് സമയത്താണ് നമ്മളെ മരണം സംഭവിക്കാൻ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ഏത് സമയം മരണത്തെ കുറിച്ച് എന്ത് വേണം? ഓർമ്മ വേണം. എപ്പോഴാണ് മരിക്കുക? അപ്പൊ നമുക്ക് നമ്മളെ മനസ്സിൽ ഒരു സിനിമ അല്ലേ, അതൊക്കെ കാണാം. ചിലപ്പോ തിയേറ്ററിൽ വെച്ചായിരിക്കും നമ്മുടെ മരണം. അപ്പൊ ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മൾ മരിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത അമലൊക്കെ എന്തായി പോവും? ഇല്ലാതായി പോവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമുക്ക് ഓർമ്മ വരേണ്ട ഒരു സംഗതിയാണ് എന്ത്? മരണത്തെ കുറിച്ച് നിങ്ങൾ എല്ലാരും എപ്പോഴും ഓർക്കുവോ? ഓർക്കണം. നമ്മളെല്ലാവരും എപ്പോഴും ഓർക്കണം മരണത്തെ കുറിച്ച്. ശരി, അങ്ങനെയാണെങ്കിൽ വേറൊന്ന് ചോദിക്കട്ടെ. നിങ്ങളൊക്കെ കളിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ? എല്ലാവർക്കും കളി ഇഷ്ടല്ലേ? ശരി. ഇന്ന് ആകെ കുട്ടിയേക്ക് അറിയണ ഒരു കളി, രാവിലെ തന്നെ ഒരു കൈക്കോട്ടും തായും 3 കോലും ഒരു ഉണ്ടെടുത്തൊരു പോക്കാം. എന്ത് കളിയാത്? ക്രിക്കറ്റ്. ക്രിക്കറ്റ് ഒരു നല്ല കളിയാണ്. പക്ഷെ നേരം വെളുത്ത് വൈകുന്നേരം വരെ അത് കളിക്കുമ്പോഴാണ് ക്രിക്കറ്റായി മാറുന്നത്. ക്രിക്കറ്റ് അല്ലാതെ തന്നെ വേറെയും ഒരുപാട് നല്ല നാടൻ കളികളുണ്ട്. ശരി ശരി ശരി, അങ്ങനെ ഒരുപാട് കളികളുണ്ട്. അപ്പോ ഈ നാടൻ കളികളൊക്കെ തന്നെ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ചെറിയ ചെറിയ ചില നമ്മുടെ മനസ്സിനൊക്കെ സന്തോഷം നൽകുന്ന ചെറിയ ചെറിയ ചില കളികളുണ്ട്. അത്തരം കളികൾ നിങ്ങൾ കളിക്കണം. അതിലൊരു കളി നമ്മൾ ഇവിടെ കളിക്കാൻ പോവാണ്, ഒരു ചെറിയ കളി. റെഡിയായോ എല്ലാരും? എല്ലാരും റെഡിയായോ? ഇതെന്റെ ഏത് കയ്യാ? വലത്തെ കൈ. ഇതോ? ശരി. ഞാൻ എൻ്റെ വലത്തെ കൈ പൊക്കുമ്പോ പെൺകുട്ടികൾ മാത്രം ഒരു പ്രാവശ്യം കൈയടിക്കണം. നമ്മളിപ്പോ കൈയടിച്ചത് ഒരു വാഹനം പോകുന്ന താളത്തിലാണ്. ഏത് വാഹനമാണ്? തീവണ്ടി. അപ്പൊ നേരത്തെ ക്ലാസ്സിൽ ഇരുന്നവർക്കൊക്കെ ഇത് ഓർമ്മയുണ്ടാവും. അപ്പൊ നമ്മളിപ്പോ കൈയടിച്ചത് ഒരു വാഹനം പോകുന്ന താളത്തിലാണ്, തീവണ്ടി പോകുന്ന താളത്തിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു തീവണ്ടി വിട്ട് കളയാം. വിടല്ലേ? എവിടേക്കാണ്? കോഴിക്കോട്. ശരി, ഒരു കാര്യം ചെയ്യാം, പരപ്പനങ്ങാടിക്ക് പോകാം. എന്നാ എനിക്ക് അവിടെ ഇറങ്ങാലോ. എന്നാ നമ്മള് വിടല്ലേ? ഈ സ്ഥലത്തിന്റെ പേരെന്താ? വാരാനക്കര അല്ലേ? ശരി. തീവണ്ടി പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ത് വേണം? തീവണ്ടി പോകുന്നതിന് മുമ്പ്, തീവണ്ടിയിൽ കയറുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ത് വേണം? ടിക്കറ്റ് എടുക്കണം. എല്ലാരും ടിക്കറ്റ് എടുത്തോ? ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ നമ്മക്കല്ല കുറ്റം, വണ്ടിക്കാ കുറ്റം. കള്ളവണ്ടി കയറി എന്നാ പറയാ, നമുക്കല്ല കുറ്റം. ശരി, ആയിക്കോട്ടെ. അപ്പം പിന്നെ എല്ലാരും ടിക്കറ്റ് എടുത്തല്ലോ? യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 6336 വാരണക്കര നിന്നും പരപ്പനങ്ങാടി വരെ പോകുന്ന കയ്യടി എക്സ്പ്രസ് ഏതാനും നിമിഷങ്ങൾക്കകം പുറപ്പെടുന്നതാണ്.
ശരി 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 ശരി. ഓൺ അടിക്കേണ്ടതൊക്കെ നിങ്ങൾ തന്നെയാ, പക്ഷെ സമ്മതിച്ചു. പക്ഷെ നമ്മളെല്ലാരും കൂടി ഫോൺ അടിച്ചിട്ടുണ്ടെങ്കിൽ തീവണ്ടിയല്ല, കുറുക്കം വണ്ടിയോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ധാരാളം കളികളുണ്ട്. അതുപോലെ തന്നെ വേറൊരു കളിയും കൂടെ നമ്മൾ കളിക്കാൻ പോകും. ഒരു ചെറിയ കളി. കളിക്കല്ലേ? എല്ലാവരും ഇടത് കൈ ഒന്ന് മലർത്തി പിടിച്ചേ. ഞാനിപ്പോ അങ്ങനെ പിടിക്കുന്ന പോലെ എല്ലാവർക്കും കാണാമോ? എന്നിട്ട് അതിൽ നിങ്ങളുടെ, ഞാൻ പറയുന്നതിനനുസരിച്ച്, 1 എന്ന് പറയുമ്പോൾ അതിൽ ചെറുവിരൽ കൊണ്ട് ഇങ്ങനെ അടിക്കണം. 1 എന്ന് പറയുമ്പോൾ. 2 എന്ന് പറയുമ്പോൾ ചെറുവിരലും അടുത്ത വിരലും കൂടെ കൂട്ടി അടിക്കണം. 3 എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ വിരലും ഇപ്പൊ അടിക്കണ്ട. 4 എന്ന് പറയുമ്പോൾ നാലാമത്തെ, 5 എന്ന് പറയുമ്പോൾ അഞ്ചാമത്തെ. റെഡി? എല്ലാവരും റെഡി ആയില്ലേ? അപ്പൊ നമ്മളുടെ കൈ ഉപയോഗിച്ചുകൊണ്ട് മഴ പെയ്യിക്കാൻ പോവാണ്. എന്ത് ചെയ്യാൻ പോവാണ്? മഴ പെയ്യിക്കാൻ പോവാണ്. എല്ലാരും റെഡി ആയല്ലോ? 1. ഇപ്പൊ ഇങ്ങനെ മഴ ഇങ്ങനെ എന്താ പറയാ, ഇവിടെ പറയാ തുള്ളിപ്പാറ്റാ മതി അല്ലേ? മഴ ഇങ്ങനെ തുള്ളിപ്പാറ്റുണ്ട്. 2. ചെറുങ്ങനെ മഴ ഇങ്ങനെ തുടങ്ങി. 3. മഴ കൂടി. 4. ഓടിക്ക 5. എന്താ മഴ. 4, 3, 2, 1. മഴ പോയി അല്ലേ? ഒന്നുകൂടെ മഴ പെയ്യിക്കാം. റെഡി ആയില്ലേ? 1. തിരുമ്പിയതൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ടോളിട്ടോ. 2, 3. കുട്ടികളെ മഴ കൊള്ളരുത്. 4, 5. 4, 3, 2, 1. ഇഷ്ടായോ? എല്ലാവർക്കും ഇഷ്ടായോ? ഇങ്ങനെ ധാരാളം കളികളുണ്ട്. അപ്പൊ ഇത്തരം കളികളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നുകൂടിയാ? ശരി ശരി ശരി. അപ്പൊ ഒരു കളിയും കൂടെ കളിക്കാം അല്ലേ? ഒരു കളിയും കൂടെ കളിക്കണമെങ്കിൽ അവിടെ നിന്ന് ചെറുങ്ങനെ ഒന്ന് എഴുന്നേൽക്കണം. ഒന്ന് എഴുന്നേറ്റ് അവിടെ തന്നെ ഒന്ന് നിന്നാ മതി. എഴുന്നേറ്റല്ലോ? എല്ലാരും എഴുന്നേറ്റല്ലോ? കയ്യിലൊന്നുമില്ലല്ലോ? കയ്യൊന്ന് പൊക്കിക്ക എല്ലാരും. ഒന്ന് തിരിച്ചേ. റെഡി. ഓക്കെ. അപ്പൊ എല്ലാരും റെഡി ആയല്ലോ? എല്ലാവർക്കും ഒന്നും ഇങ്ങനെ കൂടിയൊരു പ്രശ്നമുണ്ട്. ചെറുങ്ങനെ ഒന്ന് പോവാ. പ്രശ്നമില്ല. റെഡി ആയില്ല എല്ലാരും? നമ്മൾ കളിക്കാൻ പോണേ. അപ്പൊ നമ്മൾ 2 കളി കളിച്ചില്ലേ? അപ്പൊ 2 കളി കളിച്ചപ്പോ സന്തോഷമായില്ല എല്ലാവർക്കും? അതുകൊണ്ട് തന്നെ നമുക്കൊരു സന്തോഷ കളി കളിക്കാം. എന്ത് കളി കളിക്കാൻ പോണത്? ഈ കളിന്റെ രൂപം ഒന്ന് ആദ്യം ഞാൻ പറയാം. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കണം. സന്തോഷം പൂണ്ടിരുന്നാൽ കൈമുട്ട് എന്ന് പറയുമ്പോ 2 പ്രാവശ്യം മുട്ടണം. കൈമുട്ട് എന്ന് പറഞ്ഞതിന് ശേഷം മാത്രം 2 പ്രാവശ്യം. അങ്ങനെ ഓരോ കാര്യവും 2 പ്രാവശ്യം വീതം അത് ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം ചെയ്യണം. മനസ്സിലായല്ലോ? ഒന്ന് ചെയ്ത് നോക്കാം. സന്തോഷം പൂണ്ടിരുന്നാൽ കൈമുട്ട്. 2 പ്രാവശ്യം മാത്രം. സന്തോഷം പൂണ്ടിരുന്നാൽ കൈമുട്ട്. സന്തോഷം പൂണ്ടിരുന്നാൽ സത്യമായിരുന്ന. ഇപ്പോഴൊന്നും മുട്ടണ്ട, കൈമുട്ട് പറഞ്ഞാൽ മുട്ടിയാൽ മതി. സന്തോഷം പൂണ്ടിരുന്നാൽ സത്യമായിരുന്നാൽ. സന്തോഷം പൂണ്ടിരുന്നാൽ കൈമുട്ട്. സന്തോഷം പൂണ്ടിരുന്നാൽ കൈമുട്ട്. സന്തോഷം പൂണ്ടിരുന്നാൽ സത്യമായിരുന്നാൽ. സന്തോഷം പൂണ്ടിരുന്നാൽ കൈമുട്ട്. സന്തോഷം പൂണ്ടിരുന്നാൽ മുട്ടിനടി. റെഡി? സന്തോഷം പൂണ്ടിരുന്നാൽ മുട്ടിനടി. സന്തോഷം പൂണ്ടിരുന്നാൽ സത്യമായിരുന്നാൽ. സന്തോഷം പൂണ്ടിരുന്നാൽ മുട്ടിനടി. സന്തോഷം പൂണ്ടിരുന്നാൽ 2ഉം ചെയ്യും. സന്തോഷം പൂണ്ടിരുന്നാൽ സത്യമായിരുന്നാൽ. സന്തോഷം പൂണ്ടിരുന്നാൽ 2ഉം ചെയ്യും. സന്തോഷം പൂണ്ടിരുന്നാൽ വിരൽഞ്ഞൊടി. എത്രണ്ണ? 2. സന്തോഷം പൂണ്ടിരുന്നാൽ വിരൽഞ്ഞൊടി. സന്തോഷം പൂണ്ടിരുന്നാൽ സത്യമായിരുന്നാൽ. സന്തോഷം പൂണ്ടിരുന്നാൽ വിരൽഞ്ഞൊടി. സന്തോഷം പൂണ്ടിരുന്നാൽ 3ഉം ചെയ്യും.
സന്തോഷം പൂണ്ടിരുന്നാൽ സത്യമായിരുന്നാൽ സന്തോഷം പൂണ്ടിരുന്നാൽ മൂന്നും ചെയ്യും. സന്തോഷം പൂണ്ടിരുന്നാൽ ഹലോ പറ, ഹലോ ഹലോ. സന്തോഷം പൂണ്ടിരുന്നാൽ സത്യമായിരുന്നാൽ സന്തോഷം പൂണ്ടിരുന്നാൽ ഹലോ പറ. സന്തോഷം പൂണ്ടിരുന്നാൽ ദാനം ചെയ്യും. സന്തോഷം പൂണ്ടിരുന്നാൽ സത്യമായിരുന്നാൽ സന്തോഷം പൂണ്ടിരുന്നാൽ ദാനം ചെയ്യും. സന്തോഷം പൂണ്ടിരുന്നാൽ ദാനം ചെയ്യും. ആരൊക്കെ ആദ്യം തന്നെ ഹലോ ഹലോ ഒക്കെ തുടങ്ങി? എന്തായാലും സാരില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എന്നായിരിക്കുക. ശരി, അപ്പൊ ഇങ്ങനെ ധാരാളം കളികളുണ്ട്. ആ കളികളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? കളിക്കണം, അത്രയും. അപ്പൊ വെറും ക്രിക്കറ്റ് മാത്രം കളിച്ചാൽ പോരാ, ഇത്തരം കളികളൊക്കെ നിങ്ങള് കണ്ടെത്തണം. അപ്പൊ ഇങ്ങനെ കളികളെല്ലാം കണ്ടെത്തി നല്ല കുട്ടികളായിട്ട് നമ്മൾ ജീവിക്കണം. എങ്ങനെ ജീവിക്കണം? നല്ല കുട്ടികളാവുമ്പോ കളിയും വികൃതിയും ഒക്കെ വേണം. അപ്പൊ എന്നാലും നല്ല കുട്ടികളായിട്ട് ജീവിക്കണം. നമ്മള് ഏത് വിഭാഗത്തിന്റെ കൂട്ടുകാരാണ്? MSMന്റെ കൂട്ടുകാരാണല്ലോ. നമ്മൾ ഏത് വിഭാഗത്തിന്റെ കൂട്ടുകാരാണ്? ഉറപ്പാണല്ലോ. വല്ല സംശയം ഉണ്ടോ കാര്യത്തില്? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ MSMന്റെ കൂട്ടുകാരാണെന്ന് നമ്മള് മാത്രം അറിഞ്ഞാ മതിയോ? പോരാ, മറ്റുള്ളവരൊക്കെ അറിയിക്കണ്ടേ? അപ്പൊ നമ്മൾ MSMന്റെ കുട്ടികളുടെ പ്രത്യേകത എന്തായിരിക്കണം? അവർ മറ്റു കുട്ടികൾക്ക് എന്തായിരിക്കണം? മാതൃകയായിരിക്കണം. എന്തായിരിക്കണം? മറ്റു കുട്ടികൾക്ക് മാതൃകയായിരിക്കണം. നമുക്ക് മാതൃകയുണ്ടോ? നമുക്കാരാ മാതൃക കാണിച്ചു തന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ടല്ലേ? ആ മാതൃക നമ്മൾ ആർക്ക് കാണിച്ചു കൊടുക്കണം? മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. അപ്പൊ എല്ലാരോടും നമ്മൾ MSMകാരാണ് എന്ന് പറയിപ്പിക്കണം. എന്ത് വേണം? MSMകാരാണെന്ന് പറയിപ്പിക്കൽ 2 തരത്തിലുണ്ട്. പറയിപ്പിക്കൽ എത്ര തരമുണ്ട്? 2 തരത്തിലുണ്ട്. ഒന്നാമത്തെ പറയിപ്പിക്കല്, അതാ MSMന്റെ കുട്ടികളാണ് കേട്ടോ, അതാ MSMന്റെ കുട്ടികളാണ് കേട്ടോ എന്ന് പറയും. രണ്ടാമത്തെ പറയിപ്പിക്കൽ, അതാ MSMന്റെ കുട്ടികളാണ്. ഇതിലേത് പറയിപ്പിക്കണം? ഒന്നാമത്തെയോ രണ്ടാമത്തെയോ? ഒന്നാമത്തത് പറയിപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. അങ്ങനെ ഓരോ നന്മ നമുക്ക് കിട്ടുമ്പോഴും നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കണം, അല്ലെ? ഓരോ നന്മ നമ്മുടെ ജീവിതത്തിൽ ഓരോ നന്മ ഉണ്ടാവുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ സ്തുതിക്കണം. അപ്പൊ അള്ളാഹു നമുക്ക് നന്മ ഇങ്ങനെ ഏറ്റി തരും. എങ്ങനെ അള്ളാഹുവിനെ സ്തുതിക്കുക? എന്നുടെ വാക്കും വിരലുകളും പടും പൊടിമണ്ണാണെങ്കിലും സുബ്ഹാനേ, നിന്നുടെ സ്തുതികൾ ഉരക്കുമ്പോൾ അത് പൊന്നായി മാറുകയാണല്ലോ. ആഴക്കടലാം നിന്നുടെ അറിവിൻ തിരകൾ തൊട്ടുമടങ്ങുമ്പോൾ നീളും വിരലിൻ കുമ്പിളിലൂടെ ചോരുന്നെന്റെ അഹംഭാവം. കൂരിരുളിന്റെ പുതപ്പിലുറങ്ങണ സൂര്യനെ പകലിലുണർത്തും നീ. പകലിൽ കത്തിയമർന്ന വെളിച്ചം കടലിൻ നിന്റെ പ്രതാപം കാണുമ്പോൾ അത് തോറ്റു തളർന്നു മടങ്ങുന്നു. എന്നുടെ വാക്കും വിരലുകളും പൊടിമണ്ണാണെങ്കിലും സുബ്ഹാനേ,
നിന്നുടെ സ്തുതികൾ ഉരക്കുമ്പോൾ അത് പൊന്നായി മാറുകയാണല്ലോ. അങ്ങനെ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ട് എല്ലാവർക്കും മാതൃകയായിട്ട് നബിയുടെ മാതൃക എല്ലാവർക്കും കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ എല്ലാവർക്കും സന്തോഷമായോ? എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ പിന്നെ എല്ലാവരുടെയും സന്തോഷം ഉൾക്കൊണ്ടുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ബഹുമാന്യനായ അധ്യക്ഷൻ, സ്നേഹ സമ്പന്നരായ അനുജന്മാരെ, അനുജത്തിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കുട്ടികളോട് ഞാനൊരു സലാം പറഞ്ഞിരുന്നു. നിങ്ങളത് മടക്കിയോന്നറിയില്ല. എന്തേ മടക്കിയേ? അപ്പോഴാണത് സമാധാനം. നിങ്ങളൊക്കെ ഓരോരുത്തർ ഓരോ പണിയിലാണ് അല്ലേ? കസാലന്റെ കാലൊന്നും ആരും ഊരുന്നില്ലല്ലോ. ഇല്ല. എന്നാ ശാന്തമായി, ഊരാൻ പറ്റൂല പൊട്ടിക്കാം അല്ലേ? അപ്പൊ നിങ്ങൾ ശാന്തമായി ഇതുവരെ ഇരുന്ന ശാന്തത പോലെ ഇപ്പൊ രണ്ടിറ്റുമ്പുള്ള ശാന്തതയല്ല, അതിലേറെ കുറച്ചുകൂടെ. വൈകുന്നേര സമയമാവുമ്പോ കടല് കുറച്ച് ഒച്ചയും വിളിയൊക്കെ ഉണ്ടാക്കലുണ്ട് അല്ലേ? എന്നാൽ തൽക്കാലം കുറച്ച് സമയത്തേക്ക് നിങ്ങൾ നല്ല കുട്ടികളായി ശബ്ദമുണ്ടാക്കാതിരുന്നാൽ നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ സമ്മതിച്ചോ? എന്ത് കാര്യം പറയാൻ സമ്മതിച്ചു? കേൾക്കാൻ സമ്മതിച്ചോ? എന്നാൽ ഇനി കുറച്ച് സമയട്ടാ. എന്താ നമ്മുടെ വിഷയം? തേൻമൊഴി അല്ലേ? തേന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? എവിടെയല്ലേ? കുപ്പിയില. എവിടെ നിന്നാണ് തേൻ കിട്ടാറുള്ളത്? തേനീച്ചയിൽ നിന്ന് അല്ലേ? തേനീച്ചന്ന് വേറെല്ലാം കിട്ടിയണോ നിങ്ങൾക്ക്? കിട്ടിയിട്ടുണ്ടോ? ആൺകുട്ടികൾക്ക് പലർക്കും കിട്ടിയിട്ടുണ്ട് എന്നൊരു അഭിപ്രായമുണ്ട്. തടി കൂടി കാണൂല്ലേ? കിട്ടിയ ഉടനെ തടി കൂടിയിട്ടുണ്ടാ? അത് തേന് തരും. വല്ലാതെ നമ്മൾ ബുദ്ധിമുട്ടിച്ചാൽ ഒരു കുത്തും തരും അല്ലേ? തേൻ ഇഷ്ടാണോ? എന്താ അതിന്റെ രുചി? മധുരമാണ് അല്ലേ? അപ്പൊ തേൻ മൊഴി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മധുരമുള്ള മൊഴി അല്ലേ? മൊഴി എന്ന് പറഞ്ഞാൽ വാക്ക്, നമ്മളോട് ഉപദേശിച്ച, പടച്ചതമ്പുരാൻ നമ്മളോട് പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അള്ളാനെ അറിയോ? ആരാ അള്ളാ? നമ്മളുടെ രക്ഷിതാവ് അല്ലേ? അത്ര മാത്രമുള്ള അല്ല. നമുക്ക് മഴ നൽകുന്നതാരാ? എവിടെന്നാ മഴ കിട്ടണേ? ആകാശത്ത് നിന്ന് മഴ കിട്ടും അല്ലേ? എങ്ങനെ ആകാശത്ത് വെള്ളം ഉണ്ടാവണേ? നീരാവിയായി പൊങ്ങും അല്ലേ? എവിടെന്നാ നീരാവി പൊങ്ങുന്നേ? എങ്ങനെ? കടലിന്ന് പൊങ്ങും അല്ലേ? കടലിന്ന് നീരാവി പൊങ്ങണമെങ്കിൽ അവിടെ കത്തിക്കണുണ്ടോ ആരെങ്കിലും?
ചായക്ക് വെള്ളം വെച്ചോ അവിടെ ആരെങ്കിലും? സമാവറുണ്ടോ? ഇല്ല. പിന്നെ ഇവിടെ നിന്നാണ് നീരാവി പൊങ്ങുന്നത്? സൂര്യനിൽ നിന്ന് ചൂടേറ്റ് നീരാവി പൊങ്ങി ആകാശത്ത് മേഘമായി നിന്ന് സ്പ്രേ ചെയ്യുന്നത് പോലെ പെയ്തിറങ്ങുന്നു. അതാണെന്ത്? മഴ. ആലുമഴം വീഴുന്നുണ്ടോ? അതെപ്പോഴാ? രാവിലെയാ. അപ്പൊ നിങ്ങള് രാവിലെ തന്നെ കണ്ടിട്ടില്ല അല്ലേ? ഇല്ലേ? ആ, ചില കാലത്ത് മഴ പെയ്യുന്നതിന്റെ മുമ്പായി ഓട്ടിന്റെ പുറത്തേക്ക് ചരൽ വാരി എറിയുന്നത് പോലെ ഐസിന്റെ കഷ്ണം വീഴാറുണ്ട്. എവിടെന്ന്? ആകാശത്തുനിന്ന് വീഴാറുണ്ട്. അതിനാണ് ആലിൻപഴം എന്ന് പറയാറുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അങ്ങനത്തെ വലിയ ഐസിന്റെ കഷ്ണമായിട്ട് അള്ളാഹ് മഴ തരികയായിരുന്നെങ്കിൽ നമ്മൾ എന്താകുമായിരുന്നു? നമ്മളെ തല ഉണ്ടാവില്ല, നമ്മളെ തൊപ്പി ഉണ്ടാവില്ല, നമ്മളെ കൊട ഉണ്ടാവില്ല, പോപ്പിക്കൊടി ഉണ്ടാവില്ല, ജോൺ കൊടി ഒന്നും ഉണ്ടാവില്ല അല്ലേ? പക്ഷെ അള്ളാഹു എങ്ങനെയാ മഴ നൽകിയത്? എങ്ങനെയാ? തുള്ളിത്തുള്ളിയായി അല്ലേ? ചെറിയ ചെറിയ തുള്ളിത്തുള്ളിയായിട്ടല്ലേ? ആ, മഴ പെയ്യുമ്പോ കൊട എടുക്കാതെയൊക്കെ സ്കൂളിലേക്ക് പോയാൽ നല്ല രസമാണ് മടങ്ങി പോരാൻ. ആ മഴ സൃഷ്ടിച്ചവൻ ആരാ? ആ, പരിശുദ്ധ ഖുർആൻ കണ്ടിട്ടില്ലേ നിങ്ങള്? ഓതാറുണ്ടോ? അത് വായിക്കാറുണ്ടോ? ഉണ്ടല്ലോ അല്ലെ? അതിലൊരു ആയത്തുണ്ട്. ആയത്ത് കേൾക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ആ, എന്താണ്? ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നൽകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിന്റെ നീരുറവ നിർത്തിവെച്ചാൽ ആരാണ് നിങ്ങൾക്ക് കൊണ്ടുവന്നു തരുവാനുള്ളത്? ആരാ കൊണ്ടുതരാ? ആ, അപ്പൊ നമ്മളെ നാട്ടിൽ മഴ ഇല്ലാതെ ആയപ്പോ നമ്മൾ ജാറം പോയി മൂടിയാ പോരെ? എന്താ? അവിടെ നല്ലേ മഴ കിട്ടണേ? എവിടെന്നാ പിന്നെ കിട്ടുന്നേ? ആകാശത്ത്. അതാരാ തരുന്നേ? ഹൗലിയല്ലേ? തങ്ങളല്ലേ? ആരാ? അപ്പൊ ആരോട് ചോദിക്കണം? അള്ളാഹുവിനോട് ചോദിക്കണം. എങ്ങനെയാ ചോദിക്ക? റബ്ബേ, എങ്ങനെ ചോദിക്കും? റബ്ബേ, ഞങ്ങൾക്ക് മഴ തരണേ. തമ്പുരാനെ, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല. അതല്ലേ ആരാധന? ആണ്. നമ്മളെ ആരാ സൃഷ്ടിച്ചത്? നിങ്ങളെ ഒരു ചാക്ക് കെട്ടിയിട്ട് ഇറക്കി വെക്കുക അല്ല അല്ലേ? മൂക്കില്ലേ നിങ്ങൾക്ക്? എവിടെയാ? മുന്നിലെ ബാക്കിലെ മൂക്ക്? എത്ര ഓട്ടുണ്ട്? രണ്ടെണ്ണം ഉള്ളൂ? രണ്ടെണ്ണല്ലേ ഉള്ളൂ? രണ്ടെണ്ണം. ആർക്കാ മൂന്നെണ്ണം ഉള്ളത്? ഇവനാ? ആ, എന്നാ ഓനായി മാത്രം വേണ്ടി വരും. ചിലപ്പോ വായും കൂടി കൂട്ടിക്കാണും നിങ്ങൾ, അതുകൊണ്ടായിരിക്കും അല്ലേ? ആ, രണ്ട് ഓട്ടയിലുള്ളൂ. എന്തിനാണല്ലോ മൂക്കിന് രണ്ട് ഓട്ട തന്നത്? ശ്വസിക്കാനാ അല്ലേ? ഒന്ന് പോരെ? ആ, ഒന്ന് ശ്വാസം ഉള്ളിൽ എടുക്കാനും ഒന്ന് പുറത്തേക്ക് വിടാനും അല്ലേ? ജലദോഷം പിടിച്ചാലോ? ജലദോഷം പിടിച്ചാൽ മൂക്കൊന്നടി, ഒരോട്ടയടിയില്ലേ? അപ്പൊ നിങ്ങളെ കൂടി ശ്വസിക്കുക, മറ്റേ ഓട്ടയിൽ കൂടി ശ്വസിക്കും അല്ലേ? രണ്ടോട്ടി അറിഞ്ഞാലോ എന്ത് ചെയ്യും? അന്ന് ശ്വാസം വിടൂല. ഇന്ന് ഹർത്താലാണെന്ന് പറഞ്ഞിരിക്കുവോ? വായ തുറന്നോക്കൂ അല്ലേ? അപ്പൊ ഒന്ന് ഉച്ചക്ക് ഇവിടുന്ന് ചോറിട്ടീണോ നമുക്ക്? ചോറൊക്കെ ശ്വാസകോശത്താ പോയത് അല്ല, ആണോ? നമുക്ക് എവിടെ ആയാലും വേണം, നമുക്ക് തിന്നാൻ മതി, എങ്ങോട്ട് പോയാലും വേണ്ടില്ല അല്ലെ? ശ്വാസകോശത്തേക്ക അല്ല, ആമാശയത്തേക്കല്ലേ? അപ്പൊ പിന്നെ ശ്വാസം വിടാൻ തൊള്ള വിളിച്ചാ ആമാശയത്തേക്കാണോ ശ്വാസം പോവാ? അല്ല. അപ്പൊ അവിടെ എന്തോ ഒരു വാൽവ് ഉണ്ട് അല്ലേ? അല്ലേ? ആ, അവിടെ അള്ളാഹു ഒരു വാൽവ് സൃഷ്ടിച്ചിട്ടാണ്. ഉരുള ചെല്ലുന്ന പേരറിഞ്ഞാ ഉടനതാണ്, ഉരുള കഴിഞ്ഞു എന്നറിഞ്ഞാ ഉടനെ, ഉരുള വരുന്നു എന്ന് വിവരം കിട്ടിയാൽ അതടക്കം. അങ്ങനെ നമ്മളെ കാരുണ്യത്തോടുകൂടി ആരാണ് സൃഷ്ടിച്ചത്? ആ, അപ്പൊ മൂക്ക് സൃഷ്ടിച്ചു അല്ലേ? കണ്ണുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. കണ്ണില്ലാത്തവരുണ്ട്? ആ, ഉണ്ട്. സംശയം ചിലർക്ക് കണ്ണ് ചിമ്മിയോണ്ടായിരിക്കും കേട്ടോ. ഒന്ന് തുറന്നു വെച്ചാൽ മതി. ഉണ്ടല്ലോ. എത്ര കണ്ണുണ്ട്? 2 കണ്ണ്. കാണുന്നുണ്ടോ? 2 കൊണ്ടും 3 കണ്ണുണ്ടോ? തേങ്ങന്റെ കൂടി കൂട്ടിയോ? ആ, മനസ്സ് വലിയൊരു കണ്ണാണ്. നിങ്ങൾക്ക് വലിയ വിവരം ലഭിച്ചിട്ടുണ്ട് അല്ലേ? അതാരോ ഇവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് രാവിലെ
ഉണ്ടോ? ആ, അതാണ് എല്ലാരും. ആയിക്കോട്ടെ, അപ്പൊ പറയുന്ന നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുന്നുണ്ട് അല്ലേ? ഒന്ന് അകക്കണ്ണ്. ഏതാണ് ആ കണ്ണ്? ആ, കണ്ണ് തുറക്കാതെയും ഉൾക്കണ്ണ് കൊണ്ട് ഒരുപാട് കാഴ്ചയോടുകൂടി കാണാൻ കഴിവുള്ള കണ്ണ്. ആയിക്കോട്ടെ, പ്രത്യക്ഷത്തിൽ കാണുന്നത്ര കണ്ണുണ്ട്? 2 കണ്ണ് അല്ലേ? ഇങ്ങനെ കണ്ണുനീര് വരലുണ്ടോ? എപ്പോഴാ? ദുഃഖം ഉണ്ടാവുമ്പോ അല്ലേ? ദുഃഖം ഉണ്ടാവുമ്പോ വരൂലേ? പിന്നെ കണ്ണിൽ എന്തെങ്കിലും അഴുക്ക് വീണാലും അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? കണ്ണുനീര് കൊണ്ട് അല്ലാഹു കഴുകി വൃത്തിയാക്കും. കടക്ക് ഷട്ടർ കണ്ടിട്ടുണ്ടോ നിങ്ങള്? എപ്പോഴാ അത് അടക്കല്? വൈകുന്നേരം ആവുമ്പോ. നമ്മളെ ഷട്ടറോ എപ്പോഴാ അടക്കുക? വൈകുന്നേരം ആകുമ്പോ ഒന്ന് അടക്കൂലേ? അതിന്റെ ഇടക്ക് അടക്കം എല്ലാം അടക്കും തുറക്കും ഒക്കെ ചെയ്യും അല്ലേ? പിന്നെ രാവിലെ തുറക്കും. എന്തിനാണ് അള്ളാഹു ഒരു അടപ്പ് വെച്ചിട്ടുള്ളത് നമുക്ക്? എന്തിനാ? ആ, ആവശ്യമാവുമ്പോ, ആവശ്യമില്ലാതെ ആവുമ്പോ പൂട്ടിയേക്കാനോ, ആവശ്യം ഉണ്ടാവുമ്പോ തുറക്കാൻ. ഖുർആൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഖുർആൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ആയത്ത് കേൾക്കുന്ന ഇഷ്ടമാണോ? അലം നജ്അൽ ലഹു ഐനൈൻ. ഒന്ന് ഓദിക്കേ. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. എന്താണ് അതിന്റെ അർത്ഥം? ആ, മനുഷ്യന് ഞാൻ 2 കണ്ണ് തന്നില്ലേ, ഒരു നാവും 2 ചുണ്ടും തന്നില്ലേ? ആര് തന്നത് കൊണ്ടാണ് നമുക്ക് കാണുന്നത്? അല്ലാഹു ആണ് നമുക്ക് കാണാൻ കഴിവ് നൽകിയത്. നമ്മൾ കാണലുണ്ടോ? നല്ലോണം കാണലുണ്ടോ? കാഴ്ച കിട്ടണമെങ്കിൽ ആ, ചിന്തിച്ചു നോക്കൂ നിങ്ങള്. നമ്മളെ കണ്ണിനൊക്കെ ഉള്ള ഫീസ് ഈടാക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യാ? നമ്മളെ വീട്ടിലെ ഒരു ഇലക്ട്രിസിറ്റി വകുപ്പ് ഒരു പുതിയ മീറ്റർ വെച്ചിട്ടില്ലേ? ഉണ്ടോ? ഒരു നല്ല രസമുള്ള മാരുതിക്കാറുമായിട്ടുള്ള ഒരു മീറ്റർ കണ്ടുകണോ? നിങ്ങൾ കണ്ടുകണോ? അത് അതിലെന്താ എത്ര ബൾബാണ് അതിൻ്റെ ഉള്ളിലുള്ള? 2 കളർ ഉണ്ട്. ഒന്ന് ചുവപ്പോ ഒന്ന് പച്ച. രാഷ്ട്രീയ പാർട്ടിയാ? അല്ല. പച്ച എന്ത് ചെയ്യും? എപ്പോഴും കത്തൂലേ? ചുവപ്പോ ആ, കറണ്ട് നമ്മൾ ഇട്ടാൽ കത്തും അല്ലേ? നമ്മള് ഓണാക്കാനും വാപ്പ ഓഫാക്കാനും പല വീട്ടിലും നമ്മൾ ഓണാക്കിയാൽ വാപ്പ വരും. കഴിഞ്ഞ ബസ്സിലെ ക്ലീനർമാര് ചോദിക്കണ പോലെ നമ്മളോട് കഴിഞ്ഞ എന്ന് പറഞ്ഞു ഓഫാക്കും. എന്തിനാ പോലെ ഇങ്ങനെ ഇടക്കിടക്ക് ഓഫാക്കണേ? ഇതിനാണ്. ആ, 1 മാസം കൂടുമ്പോ ഒരാള് വരും പെണ്ണിയായിട്ട് അല്ലേ? അയാൾ വന്നിട്ട് വരെ ആ കാക്ക ഇത്രയാട്ടോ എന്ന് പറയും. നിങ്ങൾ നോക്കൂ, നിങ്ങള് പവർ കട്ടില്ലാതെ, ലോഡ് ഷെഡിങ് ഇല്ലാതെ, വോൾട്ടേജ് കുറവില്ലാതെ, ഫീസ് അടക്കാതെ ഒരു ബൾബ് ഉണ്ട്. അതെവിടെയാ? എവിടെ? പന്തലിനുള്ള എവിടെ? ആകാശത്ത്. ആരാണത് സൃഷ്ടിച്ചത്? അല്ലേ? അല്ലാഹു അല്ലേ? നമുക്ക് ഏത് സമയം വെളിച്ചം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ റേഡിയോ തുറന്നാൽ കേൾക്കും, ഇന്ന് ട്രെയിൻ 45 മിനിറ്റ് വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു അല്ലേ? രാവിലെ റേഡിയോ തുറന്ന ആരെങ്കിലും ഇന്ന് ഉദിക്കാനുള്ള സൂര്യൻ ചില സാങ്കേതിക കാരണങ്ങളാൽ അരമണിക്കൂർ കഴിഞ്ഞേ ഉദിക്കുള്ളൂ. കേട്ടിട്ടുണ്ടോ? ഇല്ല. കൃത്യമായി ഉദിക്കുന്നില്ലേ? വൈകുന്നേര സമയത്തെ സൂര്യൻ എന്താ അങ്ങനെ ചൊന്നിരിക്കണേ കണ്ണൊക്കെ? എന്താ? എന്തുകൊണ്ടാ? നിങ്ങളോടൊക്കെ വിട പറഞ്ഞു പോകുന്നതിലുള്ള ദുഃഖം കൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി പടിഞ്ഞാറ് പോയി നിൽക്കുകയാണ്. ആണോ? അല്ല, അവന്റെ വെളിച്ചം നമുക്ക് ആ കളർ അത്ര കാണാൻ കഴിയുള്ളൂ അല്ലേ? ഒതുക്കേ എല്ലാരും ഒതിയില്ലേ? കത്തിജ്വലിക്കുന്ന സൂര്യനെ, വിളക്കിനെ നിങ്ങൾക്ക് ഞാൻ നൽകിയില്ലേ എന്നാണ് അല്ലേ? കത്തിജ്വലിക്കുന്ന സൂര്യൻ അല്ലാഹു ഇത് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെ നൽകി? സൂര്യൻ നൽകി, മഴ നൽകി. പിന്നെ പല്ലില്ലേ നിങ്ങൾക്ക്? പല്ലില്ല അല്ലേ? പുറത്തില്ല, ഔത്തില്ലേ? ഉണ്ട്. ഓരോന്നും വെക്കണ്ട കൊടുത്താ വെക്കൊക്കെ സിറ്റ് ഔട്ടിൽ ഇറക്കി വെക്കൂല കേട്ടാ. ആ, എത്ര പല്ലുണ്ട്? 34. ഇപ്പൊ തന്നെയോ? എല്ലാവരും കൂടി കൂട്ടരുത്, നമ്മളത് മാത്രം. ആ, 32 ഉണ്ടാവും. ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നന്നാക്കി തിന്നൽ തുടങ്ങുമ്പോഴേ അള്ള തരുള്ളൂ. ഇപ്പൊ തന്നെ 32 തന്നാ ബാക്കിയാവും. വെറുതെ അതിന് ടാക്സ് അടക്കേണ്ടി വരും അല്ലേ? ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള മിനി ബസ്സിൽ സീറ്റ് കൊടുത്ത പോലെ അവിടെ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ തന്ന് ചെറിയ ഓരോന്നൊക്കെ ആയി
ഒരു 2 എണ്ണം വന്ന് പിന്നെ ഒന്ന് വന്ന് പിന്നെ വല്യമ്മ ഒന്ന് തപ്പി നോക്കി പിന്നെ വല്യാപ്പ ഒന്ന് വന്ന് നോക്കി അങ്ങനെ എല്ലാവർക്കും ഒരു കടി കൊടുത്ത് അല്ലേ? അങ്ങനെയൊക്കെയല്ലേ പല്ല് തരുള്ളൂ. ജനിച്ച ഉടനെ പല്ല് കിട്ടാൻ ആഗ്രഹം ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല. അതെന്താ അല്ലാത്ത? ജനിച്ച ഉടനെ പല്ല് എന്ന എന്തായിരിക്കും സ്ഥിതി? കണ്ടത് മുഴുവൻ കടിച്ചു തിന്നു അല്ലേ? അപ്പൊ നമുക്ക് ദഹിക്കൂല. അപ്പൊ അള്ള കാരുണ്യകനായതുകൊണ്ട് ഒരു 10-20 പല്ല് ഒരു പാക്കറ്റിലാക്കിയിട്ട് വായിലേക്ക് തിരികെ ചെന്നു. അങ്ങനെ അല്ല, ഓരോ നായി എന്ത് ചെയ്തു? അവിടെ സ്ഥാപിച്ച് പല്ലുകള് മിഷ്യൻ പോലെ നമ്മളുടെ വായക്കുള്ളിൽ സംവിധാനിച്ചവനാണ് ആര്? അല്ലാഹു അല്ലേ? നമുക്ക് കാലില്ലേ? ഉണ്ടല്ലോ അല്ലേ? കാലുകൊണ്ട് നടക്കണില്ലേ? ഉണ്ടല്ലോ അല്ലേ? കാലുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ അല്ലേ? കാലിന് എത്ര ജംഗ്ഷൻ ഉണ്ട്? എത്ര മടക്കണ സ്ഥലമുണ്ട്? 1, 2 നമുക്ക് പറയാം അല്ലേ? നിര്യാണിന്റെ അവിടെയൊക്കെ മടക്കൂലേ? അവിടെ ചെറിയ ഒരു നീര് ബാധിച്ച നമ്മളെന്താ പറയാ? ഒന്ന് പറയില്ലേ? മെല്ലെ കുറഞ്ഞ നീരൊക്കെ വന്ന് അവിടെ ബുദ്ധിമുട്ടിയാൽ നമ്മൾ പറയും കാലുകൊണ്ട് നടക്കുന്നു നമ്മൾ. ഈ കാല് ആര് നൽകിയതാ? അള്ളാഹു നമുക്ക് കനിഞ്ഞരുളിയതാണ് അല്ലേ? കയ്യോ? കയ്യിന് എത്ര വിരലുണ്ട്? ഒരു കയ്യിന് 5 വിരലുണ്ടല്ലേ? ആ 5 വിരല് ഓരോരോ കാര്യം നമ്മൾ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തള്ളവിരല് നമുക്ക് ഇല്ലെങ്കിലോ എന്തായിരിക്കും സ്ഥിതി? 4 എണ്ണാവും അല്ലേ? പിന്നെ എന്തെങ്കിലും കൈ പിടിക്കാൻ കഴിയോ? ചായ ഒക്കെ കിട്ടിയ ചായന്റെ ഗ്ലാസ് എങ്ങനെ പിടിക്കും? ഒന്നുകൂടി ആലോചിച്ച് നോക്കി നിങ്ങള് അല്ലേ? ഇവിടെ അള്ളൊരു മടക്ക് തന്നു. ആ മടക്ക് തന്നില്ലിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? നമുക്ക് കഴിയില്ലായിരുന്നു. അപ്പൊ അള്ള നമ്മളോട് കാരുണ്യല്ലേ? അള്ളാഹുവിന് നമ്മളോട് സ്നേഹല്ലേ? അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചില്ലേ? അള്ളാഹു നമുക്ക് ജീവൻ നൽകിയില്ലേ? ഇനി പകരമായി നമ്മൾ എന്ത് ചെയ്യണം? നന്ദി കാണിക്കണം. എങ്ങനെയാ നന്ദി കാണിക്കുക അള്ളാഹിനോട്? ഇവിടെ എങ്ങനെ യോഗം ചേർന്നിട്ട് അള്ളാഹുവിന് എല്ലാവിധ നന്ദിയും പ്രകാശിപ്പിക്കുന്നു മതിയോ? ഇല്ല. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ എങ്ങനെയാ അള്ളാഹുവിനെ ഓർക്കുക? ബിസ്മില്ലാ ചെല്ലു അല്ലേ? ഭക്ഷണം കഴിഞ്ഞാലോ അൽഹംദുലില്ലാ അള്ളാഹുവിനെ സ്തുതി അർപ്പിക്കും. രാവിലെ എഴുന്നേൽക്കലുണ്ടോ? എപ്പോഴാ എഴുന്നേൽക്കല്? എത്ര മണിക്ക്? 5 മണിക്കോ? തന്നെ? ഈ കളവ് പറഞ്ഞ അള്ളാന്റെ അടുത്ത് കുറ്റം കിട്ടും കേട്ടോ. നീച്ചാത്ത കുറ്റം വേറെയും കിട്ടും. 5:30 ഉണ്ടോ? ഉമ്മയാണോ അതോ നിങ്ങളോ? നേരത്തെ എഴുന്നേൽക്കണ്ടോ? നിങ്ങൾ നമ്മളെ വീട്ടിലെ ചങ്ങൻകോഴി എപ്പോഴാ കൂക്കല്? 5:30 ആവുമ്പോ അല്ലേ? അപ്പൊ നമ്മളെന്ത് പറയും? കിടന്നവിടെ, ഞാൻ എഴുന്നേറ്റിട്ടില്ല എന്ന് പറയും. അങ്ങനെ ആവരുത് കേട്ടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ കേട്ടിരണോ? ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു തരട്ടെ? എനിക്ക് മോശമുണ്ടോ അങ്ങനെ? ഇല്ലല്ലോ. പറയട്ടെ. റസൂലുള്ള പറഞ്ഞ എന്താ അറിയോ? സുബഹി ബാങ്ക് കൊടുത്തിട്ട് എഴുന്നേൽക്കാത്തവന്റെ ചെവിയിൽ ചെകുത്താൻ മൂത്രമൊഴിച്ചിരിക്കുന്നു. മോശം അല്ലേ? അപ്പൊ ഇനി സുബഹി ബാങ്ക് കൊടുത്തിട്ട് കിടന്നുറങ്ങിയാൽ എന്താകും? നമ്മളെ ചെവി എന്താണ്? ചെകുത്താനുള്ള കക്കൂസായി മാറും. അതാകരുത് അല്ലേ? നമ്മളാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ കിടക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? നേരത്തെ എഴുന്നേൽക്കുക. പൂമൊട്ട് വിരിയുന്നത് പോലെ നേരത്തെ കാലത്ത് എഴുന്നേറ്റ് വിരിഞ്ഞ് പല്ലൊക്കെ തേച്ച് ഗംഭീരമായി നമസ്കാരമൊക്കെ നിർവഹിക്കുന്ന നല്ല കുട്ടികളായി മാറാൻ നമ്മൾ നിങ്ങളോട് പ്രത്യേകമായി കളിച്ചങ്ങാടത്തിനു വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അള്ളാഹിനെ കുറിച്ച് ചെറിയൊരു പാട്ട് പാടാൻ നമുക്ക് ഇഷ്ടമാണോ? നിങ്ങൾക്ക് നിങ്ങൾ പാടിക്കാണൂല്ലേ? രാവിലെ പാടിയോ എന്താ? എന്നായിക്കോട്ടെ. വൈകുന്നേരം ഒന്നും പാടാ. രാവിലെ ചായ കുടിച്ചില്ലേ? ഇപ്പൊ വൈകുന്നേരം കുടിക്കില്ല നിങ്ങള്? എന്നാ ചെറിയ ഒരു പാട്ട് കേട്ടാ. എന്നാലും കൂടി പാടാൻ പറ്റണം. അത് കഴിഞ്ഞിട്ട് നബിനെ കുറിച്ച് നമുക്കൊരു പാട്ട് പാടാം. നിങ്ങൾക്ക് ഇഷ്ടല്ലേ? നല്ല കുട്ടികളാണ് കേട്ടോ. പാട്ടൊക്കെ പാടിപ്പോയിട്ട് അവസാനം വാപ്പയും വീട്ടിൽ ചെന്നിട്ട് പഠിച്ചോനെ ആറ്റം ബോംബ് വരുന്നുണ്ട്, കളിച്ചങ്ങാടൊക്കെ കഴിഞ്ഞ് എന്ന് പറയാനുള്ള വിധി ഉണ്ടാക്കരുത് കേട്ടാ. മനസ്സിലായോ? ഞങ്ങൾക്ക് പറഞ്ഞേ ഉണ്ടാ? അങ്ങനത്തെ ഒക്കെ വേഗം മനസ്സിലാവും അല്ലേ? എന്നാ കേട്ടോളൂ. ഞാന് ഇങ്ങനെ പാടിത്തരാട്ടാ. പൂവിന് ചായം കൊടുത്തതാര്, ചായം കൊടുത്തതാര്,
അവനാണ് നമ്മുടെ രക്ഷിതാവ്. മാങ്ങയ്ക്ക് മധുരം നൽകിയതാര്? അവനാണ് നമ്മുടെ രക്ഷിതാവ്. ആകാശം മേലെ പടച്ചതാര്? അവനാണ് നമ്മുടെ രക്ഷിതാവ്. ആകാശം നീല നിറച്ചതാര്? അവനാണ് നമ്മുടെ രക്ഷിതാവ്. സൂര്യന് വെളിച്ചം നൽകിയതാര്? അവനാണ് നമ്മുടെ രക്ഷിതാവ്. ചന്ദ്രന് ചന്തം നൽകിയതാര്? അവനാണ് നമ്മുടെ രക്ഷിതാവ്. കണ്ണീന് കാഴ്ചകൾ നൽകിയതാര്? അവനാണ് നമ്മുടെ രക്ഷിതാവ്. കേൾക്കാനായി കാതുകൾ നൽകിയതാര്? അവനാണ് നമ്മുടെ രക്ഷിതാവ്. കൈകൾക്ക് വിരലഞ്ച് നൽകിയതാര്? അവനാണ് നമ്മുടെ രക്ഷിതാവ്. മനസ്സിലായോ എന്തേ നമ്മൾ പറഞ്ഞേ? എല്ലാം നൽകിയത് ആരാണ്? അപ്പൊ ഇനി നമ്മൾ ആരോട് ചോദിക്കണം കിട്ടാൻ? അല്ലാഹു. തമ്പുരാൻ തങ്ങളോട് ചോദിച്ചുകൂടെ? പാടില്ല. അദ്ദേഹം പണ്ഡിതനല്ലേ? ആണ് കേട്ടാ, അദ്ദേഹം നല്ല വ്യക്തിയാണ്. പക്ഷേ മഹാത്മാക്കളോടൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്? വിളിച്ചു പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിച്ചാൽ അതിനെന്താ പറയാ? ശിർക്ക് ചെയ്യില്ലേ? ശിർക്ക് അല്ലാഹു പൊറുക്കുവോ? പൊറുക്കാത്ത കുറ്റമായി മാറും. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നമുക്ക് ശിക്ഷ ലഭിക്കും. അല്ലെ? ശിക്ഷ ലഭിക്കൂലേ? അപ്പൊ നല്ല കുട്ടികളായി നമ്മൾ സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കുന്നവരായി മാറണം. മാതാപിതാക്കളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവരെ അനുസരിക്കലുണ്ടോ? അവരെ ബുദ്ധിമുട്ടിക്കലുണ്ടോ? ഇല്ല അല്ലെ? കഷ്ടപ്പെടുത്തലുണ്ടോ? വീട്ടിലേക്ക് ചെന്നാൽ നമ്മൾ എന്താ പറയേണ്ടത്? നല്ല കുട്ടികളാണെങ്കിൽ മദ്രസ വിട്ട് വരുമ്പോ അല്ലെ? സ്കൂള് വെട്ടിയെന്നാലോ എങ്ങനെയാണ്? സ്കൂള് വിട്ട് ചെന്നാലും മദ്രസ വിട്ട് ചെന്നാലും നമ്മൾ ആരാകണം? അസ്സലാമു അലൈക്കും പറയുന്ന നല്ല കുട്ടികളായി മാറണം. മാറൂലേ? മാറൂലേ? അപ്പൊ അള്ളാഹു നമുക്കിതെല്ലാം ചെയ്തു തന്നു. നമ്മളുടെ റസൂലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആരാ റസൂല്? നമ്മുടെ നബിയുടെ പേരെന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാ എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയാറില്ലേ? അള്ളാഹുവിന്റെ ദൂതന് രക്ഷയും സമാധാനവും അനുഗ്രഹവും അള്ളാഹുവേ നീ നൽകണം. നൽകണ്ടേ? നൽകട്ടെ? നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കാറില്ലേ? അപ്പൊ നബിയെ സ്നേഹിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? റബീഉൽ അവ്വൽ 12 അന്ന് ദഫ്വൊക്കെ മുട്ടി റോട്ടിലൂടെ വരി വരിയായി റസൂലുള്ളയെ ചവിട്ടി അരച്ച് നടന്നാൽ റസൂലുള്ളയോടുള്ള സ്നേഹമായി. അല്ലേ? ആകൂല? എന്താവാത്തത്? അതിനെന്താ പറയാ? നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അങ്ങനല്ലേ? നമ്മ എന്താണ്
നബിദിനാഘോഷം എന്ന് പറഞ്ഞു നടക്കാറുണ്ട് അല്ലേ? നമ്മളുടെ കൊച്ചനുജന്മാരും അനുജത്തിമാരും ഒക്കെ അവരിങ്ങനെ വരിയായിട്ട് അറിവില്ലാത്തത് കൊണ്ട് നടക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ടില്ലേ? ഉണ്ട് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടില്ലേ? ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത് എന്നാ നിങ്ങൾക്കറിയോ? എന്താണ്? ജനിച്ച അന്ന് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത്. അപ്പൊ നമ്മള് പായസമൊക്കെ വിളമ്പി നമ്മളിങ്ങനെ ദഫ് മുട്ടി പോകുമ്പോ ഒരാള് ചോദിക്കുക, അങ്ങള് നബി ജനിച്ചീനാ മരിച്ചീനാ ഈ ചിരിക്കണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? എന്ത് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ റസൂലുള്ളയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാ? ദഫ് മുട്ടിയിട്ടോ ചാടിയിട്ടോ അല്ലെങ്കിൽ റസൂലുള്ളയെ റോട്ടിലിട്ട് അരച്ചിട്ടോ ഒന്നുമല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കുമ്പോ എങ്ങനെ കഴിക്കണം? JCB പോലെ ഒന്നായിട്ട് വാരി അടന്തല അല്ല അല്ലെ? എന്ത് ചെയ്യണം? ആദ്യം കൈ കഴുകണം. കൈ കഴുകണ്ടേ? ഏത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കുക? വലത് കൈ കൊണ്ട്. ഏതുകൊണ്ടാണ്? വലത് കൈ കൊണ്ട്. ഉറപ്പല്ലേ? കൈ കഴുകല് നമുക്ക് കൂലി കിട്ടുന്ന കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചതിന്റെ പകുതി പാത്രത്തിന് ചുറ്റും കളയുകയും ചെയ്യണം. അത് ഫർള അല്ലേ? നിങ്ങളൊക്കെ കളയില്ലേ? കളയല്ലേ? കളഞ്ഞാൽ അതിന്റെ കുറ്റം എന്താണെന്നറിയങ്ങള്? എന്താ അറിയോ? ഒന്ന് നമുക്ക് ബർക്കത്ത് പോകും. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് തരുന്നതാണ് അല്ലേ? മാത്രമല്ല നമ്മളെ അള്ളാഹ് പരീക്ഷിക്കും. എങ്ങനെയാ പരീക്ഷിക്കാന്നറിയോ? ഭക്ഷണം ഒന്നും തരാതെ പട്ടിണി കെട്ട് കുറെ കൊല്ലത്തോളം നമ്മൾ ചിലപ്പോ അങ്ങനെ കഷ്ടപ്പെടേണ്ടി വരും. വറ്റുകളയോ നിങ്ങള്? വറ്റുകളയാൻ പാടില്ല കേട്ടാ. വറ്റുകളയോ? വറ്റുകളയാതെ ഭക്ഷിക്കണം. പട്ടിണി കിടക്കുന്ന കുറെ കുട്ടികളില്ലേ നാട്ടിലൊക്കെ ഇല്ലേ? അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ നമ്മൾ വറ്റ് കളഞ്ഞുകൊണ്ട് കഴിക്കുന്ന ചീത്ത കുട്ടികളാകാൻ പാടില്ല. ഭക്ഷണം ബിസ്മി ചൊല്ലി തുടങ്ങണം, ഹംദ് ചൊല്ലി അവസാനിപ്പിക്കണം. പിന്നെ കിടക്കാറില്ലേ നിങ്ങള്? കിടന്നുറങ്ങല്ലേ? എപ്പോഴാ കിടന്നുറങ്ങ? 6 മണിക്ക് ഇരുന്നുറങ്ങും, 7 മണിക്ക് തൂങ്ങിയുറങ്ങും, 8 മണിക്ക് കിടന്നുറങ്ങും. അങ്ങനെയാ അല്ല അല്ലെ? കിടക്കാറില്ലേ? കിടക്കുമ്പോ എന്തൊക്കെയാ ചെല്ലുക? ഞാൻ കിടക്കുക കേട്ടോ എന്ന് പറഞ്ഞിട്ട് പഴഞ്ചക്ക വീഴുന്നത് പോലെ വീഴല അല്ല. എങ്ങനെയാ കിടക്കണ്ടേ? പ്രാർത്ഥിച്ച് ബിസ്മിക്കല്ലാഹുമ്മ അമൂത്തു അല്ലെങ്കിൽ അമൂത്തു വഹ്യാ ഒക്കെ ചൊല്ലി സൂറത്തുൽ ഇഖ്ലാസ്, പിന്നെ സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ് ഒക്കെ ചൊല്ലി കിടന്ന രാത്രി എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് എന്ത് ചെയ്യണ്ട? ഓടണ്ട. ആന വരുന്നത് കാണും, മൂർഖം പാമ്പ് വരുന്നത് കാണും അല്ലേ? അപ്പൊ അത് തിരക്ക് എന്ത് ചെയ്യാ? നല്ല കുട്ടികളാവുക. റസൂലിനെ കേട്ടില്ലേ നിങ്ങള്? ഇനി റസൂലിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്കൊരു പാട്ട് പാടിത്തരട്ടെ. നിങ്ങൾക്ക് ഇഷ്ടാണോ? കൂടെ പാടുവോ? അതുകൂടെ പറഞ്ഞ് പാടി നിങ്ങളെ നമുക്ക് പിരിഞ്ഞു പോകാട്ടോ. ഞാൻ അല്പം വൈകി നമ്മുടെ നാട്ടിലെ ഞങ്ങളൊക്കെ പഠിച്ച് ഒരു കോളേജ് പഠിപ്പിച്ചതുമായ ഒരു കോളേജിന്റെ വാർഷികം വണ്ടൂരിൽ നടക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് മനസ്സ് വിട്ടു പോരാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമല്ലാത്തത് കൊണ്ടാണ് അല്പം വൈകി പോയത് കേട്ടോ. നിങ്ങൾ അതിൽ ക്ഷമിക്കൂലേ? കാരണം ക്ഷമിക്കും. അതിലേറെ ഉഷാറായിട്ട് ഇവിടെ പാട്ട് നടക്കണോണ്ട് നിങ്ങളൊക്കെ ക്ഷമിക്കും അല്ലേ? എന്നാ ഇനി ഒരു പാട്ട് പാടട്ടെ. നിങ്ങൾ കൂടെ പാടോ? ആരെ കുറിച്ചാ നമ്മൾ പാടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ടോ. ഞങ്ങൾക്കുണ്ടൊരു മുത്ത് നബി, മുഹമ്മദ് എന്ന് വിളിക്കും നബി, മക്ക മണ്ണിൽ ജനിച്ച നബി, മണൽ പരപ്പിൽ ജീവിച്ചു, ശിർക്കിൻ കോട്ട തകർക്കാനായി, തൗഹീദിൻ ദീൻ പണിയാനായി, വിയർപ്പൊഴുക്കിയ മുത്ത് നബി, കഠിനാധ്വാനം ചെയ്ത നബി, കാരുണ്യത്തിൻ കരളാണേ,
വിനയത്തിൻ്റെ വരമാണ്, സ്നേഹത്തിനും സഹനത്തിനും മാതൃകയായ മുത്ത് നബി, നല്ലതോ